അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും കാത്തിരുന്ന വിഭവസമൃദ്ധമായ നോമ്പുതുറ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നു. ഇന്നിവിടെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഷാനു എവിടുന്നാണ് വരുന്നത്? അമേരിക്ക. സൽമാൻ എവിടുന്നാണ് വരുന്നത്? കാനഡ. മക്കരം. എടാ വന്നാണി വന്നാണി. ഇരിക്കും. ഞാൻ തല്ലട്ടെ കണ്ണൂര്. ഒരു കയ്യിലേക്കും എടാ ഫുള്ളിടണം. മധുരം ഉണ്ടോ അറിയില്ല കേട്ടോ. ബാസിനെ കുടിച്ചു നോക്കിട്ടാ. ഇതിൽ ആ ഡിഷിൽ ഇത് ലാസ്റ്റ് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അതായത് പിന്നെ എത്ര നേരം വെക്കിച്ച്. ആയിക്കോട്ടെ, നമ്മളെ ഡിഷൊക്കെ അവോയ്ഡ് ചെയ്ത്. ഏത് അടയ്യ ആൾക്കട്ടെ മഞ്ഞാൾക്കാ. ഞാൻ ഉമ്മച്ചി ഇരുന്നാണ് ഉമ്മച്ചി. ഞാൻ ഇവിടെ ഷെഫ് ഉണ്ടല്ലോ ചെയ്തരാന്. എന്തിനാണ്? അപ്പൊ കണ്ണൂർ കോക്ടെയിൽ കേട്ടോ. ആ ഒരു എൻ്റെ ഒരു പസർമ ഉണ്ടോ? എടാ ഓരോ ക്ലാസ്സിൽ കണ്ണൂർ കോക്ടെയിൽ വെച്ചരാ. ചിർച്ചല്ലടാ. ആയിക്കോട്ടെ. പൈനാപ്പിൾ ജ്യൂസ് കുടിക്കണ്ട. കണ്ണൂർ അയ്യോ വെച്ചെടുക്കില്ല. കണ്ണൂർ കോക്ടെയിൽ ഉണ്ട്. എന്താ സൽമാൻ കണ്ണൂർ കോക്ടെയിൽ എന്തേ ആ ഗ്ലാസ് വെള്ളമല്ലേ? കണ്ണൂർ കോക്ടെയിൽ അതന്നെ. അല്ലെങ്കിൽ ഞാൻ ഒറ്റ കുടിച്ചേണ്ടി വരും രാത്രി. ബാസിൽ ഒരു ഗ്ലാസ് കുടിച്ചാ. ഷുഗർ ഇല്ലാതെ ഉണ്ടാക്കിയാണ്. ഷുഗർ ഇല്ല, മിൽക്ക് മേഡ് ഉള്ളു. ഇതില് അടിപൊളിയാ. കണ്ണൂരെത്തിയോ? കൊയിലാണ്ടി കുറച്ച് തണുക്കാണ്ടല്ലേ? ഓ ഫയാസിനാണ് ഇതിൽ മെച്ചായത്. എല്ലാ ഫ്രൂട്ട്സും നട്ട്സും മൊത്തം അവനാ കയറിയത്. ജിംഷ വന്നിരുന്ന. അപ്പൊ ഞാനും ജിമ്മയോട് അവസാനം ഇരിക്കുന്നത് ഈ ചെക്ക് പൊള്ളിച്ച് കൊണ്ടേക്കോ. ബസ്സിൽ പോണ പോയിക്കൊണ്ടേ ചിന്തി ഇങ്ങനെ പോകും. നിമിഷം കുടിച്ചാ. സൽമാനാന്ന് എടുത്തോടുത്ത അങ്ങനെ ടേസ്റ്റ് വന്ന് എടുത്താ കുടിച്ചാ. തണുപ്പില്ല. കൊറേ ഉണ്ടായിട്ടാണ്. മാത്രല്ല ക്യാരറ്റിന്റെ മൃദുതലും കൂടി. അനക്കെന്താ തോന്നണേ? ക്യാരറ്റിന്റെ കൂടിയില്ല. ക്യാരറ്റിന്റെ രുചി കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ പോംഗ്രാനൈറ്റാണ് നിറച്ചുകൊണ്ട് ഒന്നാണ് കുടിച്ചു വരുമ്പോൾ പോംഗ്രാനൈറ്റ് വായിക്കാറുണ്ട്. പക്ഷെ വായ കയറേണ്ടത് എന്താണ്? നട്ട്സാണ്. വായ കയറേണ്ടത്, പോംഗ്രാനൈറ്റ് അല്ല. നട്ട്സാണ് കൂടുതൽ ഇടേണ്ടത്. പോംഗ്രാനൈറ്റ് കുറച്ചാറുണ്ട്. സൈഡ് മാറി. ഇനിയാണ് കാണികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന കാവോ പടുപ്പട് തപ്പട് എല്ലാവർക്കും ഒരു തുള്ളി റൈസ് വെച്ച് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സൽമാൻ
അതിന് പൈനാപ്പിൾ സത്യത്തിൽ കുരുക്കി വെച്ചിരിക്കണം അതിലാണ് നിങ്ങൾ കിട്ടുക ചിന്റെ പ്ലേറ്റ് എടുക്കാതെ വെച്ചിരിക്കണേ പ്ലേറ്റ് എടുക്ക് അല്ലെങ്കിൽ പ്ലേറ്റ് ഒക്കെ എടുത്ത് പത്തിരിയൊക്കെ തിന്നണ നേരമല്ലോ നിങ്ങള് പക്ഷെ നോക്കി കുറച്ച് നല്ലുള്ളൂ കേട്ടോ അമ്മച്ചേ കുറച്ച് കാവോ തപ്പട് അടക്കിട്ടോ റിവ്യൂ എടുക്കണ്ട പോയിട്ട് ഇപ്പോഴേ എല്ലാരും വിചാരിച്ചു നമ്മൾ പണ്ടത്തെ പോലെ കാട്ടുകുള സാധനം ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ആൾക്കാരെ പറ്റിച്ച് അല്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇത് തരുന്നില്ല കേട്ടോ മറ്റേ ചീത്ത പറഞ്ഞാണ്ട് ഇത്ര തന്നാ മതി കേട്ടോ ബാക്കിയൊന്നും അടിപൊളിയല്ലേ ഓക്കെ എങ്ങനെയുണ്ട് തിന്നിട്ടേ എന്നിട്ടേ കുറച്ചിട്ട് മുത്തേ മസാല അടക്കം സ്വന്തം കൈ കൊണ്ട് കൂട്ടിയതാ പരസ്പര സഹായം കുറച്ചുള്ളൂ കേട്ടോ ജിംഷാന്റെ പ്ലേറ്റ് ചിലപ്പോൾ ക്യാമറ പിടിച്ചാ എന്റെ കുട്ടിയാണ് എങ്ങനെയുണ്ട് പറഞ്ഞാൽ ശരിക്കും രസമുണ്ട് അടിപൊളി എങ്ങനെയുണ്ട് പൊള്ളി സാധനം തുള്ളി കഴിച്ചോട്ടോ അടിപൊളി എങ്ങനെ സംഭവിച്ചു ഇങ്ങനെ വരാറില്ലല്ലോ. അപ്പം നമ്മളെ കാവ പടുപ്പെടുത്ത തപ്പട് നമ്മൾ ഒരു ആഫ്രിക്കൻ ആൻഡർട്ടനീസ് ടച്ച് കിട്ടാൻ വേണ്ടി അതിൽ തന്നെ നമ്മളൊരു കയ്യിൽ നിന്ന് നോക്കാണ്. നന്നാക്കുക നിങ്ങൾ ഇതിന്റെ ഇടയിൽ വന്ന് മെച്ചെന്ത് ചെയ്തോ? ഇത് പച്ചിക്കോട് കുറച്ച് എടുത്തോക്കോ സുഹൃത്തുക്കളെ. നമ്മളെ രണ്ടാമത്തെ ഡിഷ് കാവ പടുപ്പെടു തടുപ്പട്. നമ്മളുണ്ടല്ലോ ഉണ്ടാക്കിയപ്പോ നന്നായത് ഇന്റർ പച്ചിക്കോട്ടാലേ ഞാൻ തിന്നാലേ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നാ കുറച്ച് തിന്നാലേ. ഉമ്മ ഒടുക്കത്തെ ടേസ്റ്റ് ഇതപ്പച്ചിക്ക് എടുത്ത വെച്ചിട്ടാ നമ്മള് ഒടുക്കത്തെ ടേസ്റ്റ് മാ എങ്ങനെ എങ്ങനെ ആയത് എന്ത് അടുത്ത ഉണ്ടാക്കാം. കണ്ണൂർ കോക്ടെയിൽ കുറച്ച് തരുമോ? കണ്ണൂർ കോക്ടെയിൽ ഒരു ഗ്ലാസ്സാ ഞാൻ കുടിച്ചത്. മിക്സിങ് കണ്ണൂരും ഇത് തായ ചോവയാണ്. കണ്ണൂർക്ക് എത്തുള്ളൂ. കൊയിലാണ്ടി വിട്ടു അതോട്ടോ പിന്നെ മറ്റേ ഫോണ് അപ്പൊ സുഹൃത്തുക്കളെ വിഭവസമൃദ്ധമായ നോമ്പ് തുറവി. ഞാൻ സാധാരണ ഉണ്ടാക്കല് ഇന്ന് ഗാവോ പടപടിന്റെ ഒപ്പം ഉള്ളതുകൊണ്ട് ഇന്ന് പടപടിന്റെ പല്ലത്തിനും ഞാൻ കൂടിയിരിക്കും. ഞാൻ കൊണ്ട് വെയ്ക്കണീനൊക്കെ കാരണം എന്താ അറിയോ മറ്റേ വ്ളോഗ് കേറി നോക്കാൻ പറ്റില്ല. നീ എല്ലാത്തിനും ഒപ്പം കൂടിയിരിക്കും. അങ്ങനെ എനിക്ക് കൂടാൻ പറ്റിയ വിഭവങ്ങളാക്കി എനിക്ക് സുഖാണ്. വാപ്പയാണ് വാപ്പാറല്ലേ ഇമ്മച്ചാണ് മച്ചേ അമ്മച്ചി. ഇല്ല അങ്ങനെ കൂടിയില്ല. അങ്ങനെ കൂടിയില്ല. ഞാൻ മുത്തച്ഛി കണ്ടല്ലോ അങ്ങനെ കൂടിയില്ല. അങ്ങനെയല്ല ഹെൽപ്പിങ് ഇതോ കഴിഞ്ഞു ഫുള്ള് തിന്ന് കഴിഞ്ഞു. പിന്നെ കഷ്ടങ്ങൾ ചതക്കരുത്. എന്നാ ഉണ്ടാക്കാൻ കഴിഞ്ഞു. നാളെ ഉണ്ടാക്കാം. പരീക്ഷ നാളെ പരീക്ഷല്ല. തായ്ലൻഡ് ഡിഷ് ഉണ്ടാക്കി. നാളെ തായ്ലൻഡ് ബ്രസീലിയൻ ലെമണേഡ് ഉണ്ടാക്കും. പട്ടി 2 ദിവസം അവിടെ കിടന്നു. നേരാണോ? ആദ്യം നന്നായിട്ട് പട്ടി കൊടുത്തു. പട്ടിക്ക് വയ്യാതായി 2 ദിവസം. എനിക്കറിയുന്നില്ലല്ലോ. പട്ടിക്ക് വരക്കണമെന്നില്ല പിറ്റേ ദിവസം. പുതിയ ആൾക്കാരുണ്ടോ?
സീരിയല്ല ആഴ്ച മാത്താന്റെ നാളെ പട്ടി 2 റൗണ്ടാണോ തിരിച്ചു കൊടുക്കണോ? അപ്പൊ എനർജി ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കണം ഒട്ടിക്ക്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ നോമ്പ് തുറ ഇവിടെ പുരോഗമിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ മാംഗോ പടുപട് തടുപ്പെടുത്ത ഇപ്പച്ചിക്ക് മാത്രം ബാക്കിയാക്കി എല്ലാരും ആദ്യം ഇത് ശരിക്കുണ്ടല്ലോ ഈ ഇത് ശരിക്കും ഈ പൈനാപ്പിളിന്റെ ഫില്ലിംഗ് അല്ല ഉണ്ടാക്കണ്ടേ, ചക്ക മുറിച്ചിട്ട് ഉണ്ടാക്കണ്ടേ, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അടുത്ത നമുക്ക് അങ്ങനെ അടുത്ത ചക്ക മുറിച്ചിട്ട് ഞാൻ കാണണല്ലോ. അല്ല അപ്പോഴല്ലേ എല്ലാവർക്കും തിന്നാനുള്ള റൈസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത മാംഗോ പടുപട് തടുപ്പടി നമ്മള് ചക്ക മുറിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഈ ഒരു ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നോക്കിട്ടുന്നാ സൽമാൻ എന്തോ പറയാനല്ലോ. ബാസിലൊരു കഥ പറഞ്ഞിട്ടാ. ബാസിലിന്റെ പെണ്ണുങ്ങൾ പഠിച്ച സ്കൂളിലാണ് സൽമാൻ പഠിച്ചത്. ബാസിലിന്റെ പെണ്ണുങ്ങളെ സീനിയർ അല്ലേ, ഡബിൾ സീനിയർ ഇനി സൽമാൻ. എന്നാ സൽമാൻ ആ ക്ലാസ്സിലേക്ക് എങ്ങനെ വട്ടങ്ങ് നടന്നിട്ടാണ് കേട്ടത്. ലൈന് സെറ്റ് ആയില്ല. ആരും കാണാതെ ആരും അറിയാതെ പാട്ടൊക്കെ പാടിയാൽ ഇങ്ങനെ തലയിൽ കൂടെ മതി ഇറങ്ങി. പക്ഷെ സെറ്റ് ആയില്ല. കഥ എപ്പോഴാണ് നശ്വ പറഞ്ഞത്. അപ്പൊ സൽമാന്റെ ഈ ഒരു ലവ് സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, കമന്റ് ലവ് സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും തിന്നുമ്പോൾ വർത്താനം പറഞ്ഞു പറയാൻ നിൽക്കണ്ട. ഞാൻ തിന്നണില്ല, സാധനം ഇവിടെ ഒന്നും തിന്നാതെ വെച്ചിട്ടാണ് വർത്താനം പറയുന്നത്. അപ്പം ബ്ലോഗ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റ് ആയിട്ടും അടുത്ത ബ്ലോഗിൽ വെച്ചിട്ട് കാണാം. അപ്പം എന്താണ് ഈച്ചോ എന്താണെന്നുണ്ടെങ്കിൽ പൊളിക്കും, അതെങ്കിലും തിന്നാൻ പറ്റും. പണ്ടോ ഈച്ചുണ്ടാക്കിയാല് അതിനൊരു ഇതുണ്ട്. അഫിണ്ടാക്കണീനുണ്ട്, അങ്ങനല്ല. ഏറ്റവും ഇഷ്ടം പട്ടിയാക്കാം. കാരണം ഓർക്ക് കൂടുതൽ കിട്ടും എപ്പോഴും. അപ്പൊ ഇതിനൊരു തിരിച്ചടി, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും റൂസും ഡോബി അഫി ഉണ്ടാക്കുമ്പോ കുരക്കുമ്പോ പട്ടിയാണ് കുക്കിംഗ് എന്നൊക്കെ പിറ്റത്തെ കൊല്ലം വരെ അതിന്റെ സാധനങ്ങൾ ബാക്കി ഉണ്ടാവും. ആ ഒരു സാധനം ഇപ്പൊ തീർത്തിട്ടുള്ളൂ. എന്തൊരു മുളകാണ്? ചീനമുളകോ, ആലപ്പിനോസ് ഇപ്പൊ തീർത്തിട്ടുള്ളൂ. അതിന്റെ സംസ്വാക്കാക്കും കുട്ടിയൊക്കെ പനിച്ച്, 2 ആലപ്പിനോസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ല സംസ്വാക്കാക്കും കുട്ടിയൊക്കെ പനിച്ച് ഓക്ക് പുളിയില് എന്തെങ്കിലും കിട്ടണം എന്നാണ് ആലപ്പിനോസ് കൊടുത്താൽ ചെയ്യാൻ. കുട്ടികള് കഞ്ഞി ആലപ്പിന്റെ പൂജ ആലപ്പിനോസും കുട്ടി കുടിച്ചോട്ടെ. അപ്പൊ നമ്മളെ 2 ഡിഷും കണ്ണൂർ കോക്ടെയിൽ ഒരു ജാറ് കഴിഞ്ഞു. അടുത്ത ജാറ് തപ്പച്ചിക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. പൈനാപ്പിൾ പാസം കൊളാട ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഡിഷ് എല്ലാം ഇന്ന് സക്സസ്ഫുൾ ആയിരിക്കും. നമ്മുടെ കൂടെ നിന്ന നമ്മളെ യൂട്യൂബ് പ്രേക്ഷകരാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം നിങ്ങൾ ഇത് കണ്ടിരുന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ ഉള്ളിലെ ഷെഫ് ഉണ്ടാകുമല്ല. എല്ലാവരും എന്നോട് വീണ്ടും ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്താൽ റെഡിയാവുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ഡിഷ് ഇന്ന് റെഡി ആയത്. എല്ലാ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ നന്ദി. ടേബിൾ മൊത്തം ഫോറിൻ ഡിഷുകൾ, നമ്മുടെ നാടൻ ഡിഷുകൾ ഒന്നും ഇല്ലാതെ അങ്ങനെ ടേബിൾ. അത് പാലങ്കര 15ാമത്തെ നോൽമ്പ് ഇപ്പൊ തന്നെ അടയാളത്. 15ാമത്തെ നോൽമ്പ് ഇപ്പൊ തന്നെ ഒരിക്കലും തുടങ്ങുക. അപ്പൊ നിങ്ങളുടെ പ്ലാൻ നൈസായിട്ട് പാളി. പുതിയ പ്ലാൻ പറഞ്ഞത് പുതിയ മേശ ആളുകൾ കണ്ടത്. വെന്യൂ ചെറിയ മാറ്റുണ്ട്. മത്സരം നടക്കുന്നത് പാലങ്ങര ഭാഗത്തായിരിക്കും. അപ്പൊ പാലങ്ങര കുളത്തിൽ നിന്ന് കിട്ടുന്ന നീരാളി അങ്ങനത്തെ സംഭവങ്ങളിൽ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഡിഷാവും. കണ്ണൂർ കോക്ടെയിലാണ് അതായത് വടിച്ചെടുത്ത് കുടിച്ചു. യഥാർത്ഥ ബഡ്ജറ്റ് വേണ്ട. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പച്ചി ഇത്രയും ദിവസം പള്ളിക്ക് പോയിട്ട് ഇന്ന് പള്ളിയിൽ നിന്ന് ഏറ്റവും നേരത്തെ എത്തിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പച്ചിന്റെ ഈ ഒരു നമ്മളെ തടുപ്പട് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പച്ചി ഇവിടെ പറന്നെത്തിയെന്നാണ് എന്റെ മനസ്സിൽ. കാവോ പടുപ്പട് തടുപ്പട് പടപ്പോട് പിരിശത്തിൽ. അപ്പൊ ഇത് പറഞ്ഞാൽ ഇത് എന്റെ മാത്രം റെസിപ്പിയാണ്. ഇപ്പൊ തായ്ലൻഡിനീസ് രാജ്യങ്ങളിലെ ഒരു സാധനം ഞാൻ ഒപ്പിച്ചെടുത്താണ്ട് അതിക്ക് ഞാൻ മിക്സ് ചെയ്ത് ആരും അറിയാം. അങ്ങനെ സെറ്റ് തായ്ലൻഡ് കൂടി അറിഞ്ഞിട്ടില്ല അല്ലേ? അതിങ്ങനെ തിന്നല്ലേ ഇതൊക്കെ പാടെ ഇത് തിന്നേ ഓരോ സാമ്പിളൊക്കെ ഇതിൻ്റെതാണേ. ഇത് റെഡിയായോ? റെഡിയായി. നിങ്ങൾ ചായ 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 ഞാൻ വെച്ചുകൊടുക്കാം.
സ്മോൾ ഇപ്പച്ചിക്ക് ഒരു സ്മോൾ ചായ. ലാർജ് അല്ല, സ്മോൾ ചായ. എടാ പാട്ട് ചിക്കനും കൂട്ടി ഒരു കാര്യം കൂടി എടുത്തോളേ, മറ്റേതൊക്കെ കൂട്ടിയിട്ട്. അടി കൂടെ ഇളക്കിയെടുക്കല്ലേ? ആ കളിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? ഇത് ഇതിലിട്ട് വെക്ക്. ആ വെച്ചിട്ട് ഇതിലിട്ടു. ഇട്ട് വെക്കണത് ഇനി അത്ര ടൈമില്ല, ചൂടാനുള്ള ഇതുണ്ടായി, അങ്ങനെ അത്ര ടൈം ഇതിൽ കിട്ടുന്നില്ല. ഇതിന്റെ ഈ പോയ പൈനാപ്പിളൊക്കെ ഇതിലുണ്ടോ? ആ അതിന്റെ ജ്യൂസായി, പൈനാപ്പിൾ ജ്യൂസായി. പിന്നെ അതില് കുറച്ച് കഷ്ണം ഇട്ടും ചെയ്തിക്കണം. പക്ഷെ ആവോ പടപട് ഇതാവോ സാറായില്ലേ. ഇന്ന് അവന്റെ 2 ഐറ്റം. കണ്ണൂർ കോക്ടെയിൽ ഇപ്പച്ചി മധുരണ്ട്, കൊയിലാണ്ടി കോക്ടെയിൽ. കണ്ണൂർക്ക് എത്തിയില്ല. ഇഷ്ടപ്പെട്ടില്ലപ്പാ? സൂപ്പർ സാധനല്ലേ? തംസപ്പ് കുടിക്കും, തംസപ്പ്. സൂപ്പർ ഐറ്റം. ഇപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പച്ചി ഇങ്ങനത്തെ റൈസ് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇതേപോലത്തെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. അതായത് പൈനാപ്പിളിനുള്ള കൊത്തിക്കുന്ന ഒരു ടൈപ്പ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയാലേ എത്രത്തോളം അഭിമാനത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ നമുക്ക് ഏതായാലും പെൺകുട്ടികളില്ല. ആ ഉള്ള ആൺകുട്ടികളെ പെൺകുട്ടികളെ പോലെ മാറിപ്പോയി അല്ല പണിയെടുക്കുന്ന കാര്യത്തില്. സാധാരണ ഉമ്മാരെ അടുക്കളയിൽ സഹായിക്കുന്ന പെൺകുട്ടികളാണ്. അതൊക്കെ സഹായിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഇതിലേക്ക് ചേർന്ന് വന്നുകൊണ്ട് ഇതൊരു കൈ സഹായമാണല്ലോ. അപ്പൊ അത് നിങ്ങളുടെ പാരമ്പര്യമാണത്. പാരമ്പര്യങ്ങൾ പണ്ട് പൊറോട്ട ഇട്ടിട്ടില്ലേ? ഒറ്റ വട്ടം പൊറോട്ട ഇട്ട് മദ്രസ വിട്ട് 11:30 ആയപ്പോ പ്ലേറ്റ് കിട്ടും. ഞാനൊക്കെ വെക്കാൻ പോയിട്ട് പിന്നെ പിന്നെ ഇപ്പച്ചി പൊറോട്ട കൂടെ കുഴച്ചിട്ട് മദ്രസ ഒക്കെ എടുക്കാൻ പോയി. അതിലൊക്കെ വർത്താനം കഴിഞ്ഞ് ഇപ്പച്ചി മറന്നിക്കണേ. 11:30 ഇട്ട് പൊറോട്ട ഇങ്ങനെ വരുന്നേ. അത് പൊറോട്ടയിലടാ ഒരു 3 പൊറോട്ട കൂടിയതാണ്. ഒരു പൊറോട്ട അന്ന് ഉച്ചക്കും വൈകുന്നേരം ഒന്നും പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. കഞ്ഞി വെച്ചക്ക അന്ന് വിഷന്നുകൊണ്ട് ടേസ്റ്റ് കൂടി. പൊറോട്ടക്ക് ഭയങ്കര ഡിമാൻഡ്. ടേസ്റ്റ് കാരണം 12 കടന്നു എല്ലാവരും കടന്നു. എനിക്ക് ഓർമ്മ ചെറുപ്പത്തിൽ ചെറിയൊരു ഓർമ്മ ഉണ്ട്. അപ്പൊ ഇതേപോലെ എല്ലാ ദിവസവും ഓരോ റെസിപ്പി എന്ത് ചെയ്യാ പരീക്ഷിക്കുക. നമ്മളെ അടുക്കള നമ്മള് പരീക്ഷിക്കണ്ടാറിന് തടഞ്ഞു നിർത്തിയിട്ടൊന്നുമില്ല. ആർക്കും പരീക്ഷിക്കാം, സിമ്പിളാണ്, നന്നാവണമെന്ന് മാത്രം. അപ്പൊ സൂപ്പറായി, ഇഷ്ടപ്പെട്ടു. ഓ താങ്ക് യു സോ മച്ച്. അപ്പം വീട്ടിലെല്ലാവർക്കും ഡിഷ് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളെ വീട്ടിലും ഇതേപോലെ പൈനാപ്പിൾ പൗതി എത്തി അരക്കെട്ടത് അപ്പച്ചിത വടിച്ച് തിന്നുകയാണ്. ആ ഒരു നമ്മുടെ പട്ടപ്പട്ടേ എന്ന് പറഞ്ഞ് തിന്നുകയാണ് ഇപ്പച്ചി. ഭയങ്കരമായിട്ട് ഇപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ പടുപ്പടൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ വ്ളോഗ് നമ്മൾ മുമ്പ് അവസാനിപ്പിച്ചോ എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? ഇപ്പച്ചി വരുന്നതിന് മുന്നേ ഒന്ന് അവസാനിപ്പിച്ചോ ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലേക്കാവും ഞാൻ ഈ വീഡിയോ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ മിക്സിങ്ങിൽ വന്നിട്ട് വീണ്ടും അവസാനിക്കലാവും ചെയ്യുക. അപ്പോൾ കാണാം, മറ്റു വിശേഷങ്ങൾ കാണാം.